ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പരിസ്ഥിതി സൌഹൃദ പദ്ധതികൾക്ക് ലഭിച്ച ദേശീയ അംഗീകാരം ഏറെ വിലപ്പെട്ടതാണ്. ശുചിത്വ പരിസ്ഥിതി സൌഹൃദ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന് മാതൃകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന പരാമർശം തന്നെ കോഴിക്കോട്ടുകാർക്ക് ഏറെ അഭിമാനിക്കത്തക്കതാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ശുചിത്വ പരിസ്ഥിതി സൌഹൃദ പ്രവർത്തനത്തിന് കോഴിക്കോട് കോർപ്പറേഷന് ദേശീയ ബഹുമതി. പുരസ്കാരം സ്വീകരിച്ചെത്തിയ മേയറിനും സംഘത്തിനും സ്വീകരണം. മൂലധന നിക്ഷേപത്തിന്റെ ഇരയായി ഭൂമി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മുൻമന്ത്രി ബിനോയ് വിശ്വം. സേവ് കോൺഗ്രസ് സിപിഐ 48 മണിക്കൂർ രാപ്പകൽ സമരം സമാപിച്ചു. മന്ത്രി മാണി ബജറ്റ് അവതരിപ്പിക്കുവാൻ അർഹനല്ലെന്ന് ആം ആദ്മി സർവേ. 89% പേർ ബജറ്റ് അവതരണത്തെ പ്രതികൂലിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് കോർപ്പറേഷന് ദേശീയ അംഗീകാരം. രാജ്യത്തെ മികച്ച പരിസ്ഥിതി സൌഹൃദ നഗരത്തിനുള്ള പുരസ്കാരമാണ് കോഴിക്കോട് കോർപ്പറേഷന് ലഭിച്ചത്. പുരസ്കാരം സ്വീകരിച്ചെത്തിയ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ എ കെ പ്രേമജിത്തിനും ജാനമ്മ കുഞ്ഞുണ്ണിക്കും കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് സ്വീകരണമൊരുക്കി. രാജ്യത്തെ മികച്ച പരിസ്ഥിതി സൌഹൃദ നഗരത്തിനുള്ള പുരസ്കാരം കോഴിക്കോട് കോർപ്പറേഷന് ലഭിച്ചു. ആനന്ദ ബസാർ പത്രിക മാധ്യമ ഗ്രൂപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരം ന്യൂഡൽഹിയിൽ ചേർന്ന ചടങ്ങിൽ മേയർ എ കെ പ്രേമജവും ആരോഗ്യ സമിതി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണിയും ഏറ്റുവാങ്ങി. രാജ്യത്തെ മികച്ച പരിസ്ഥിതി സൌഹൃദ നഗരത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി കോഴിക്കോട്ടെത്തിയ മേയർ എ കെ പ്രേമജത്തിനും ജാനമ്മ കുഞ്ഞുണ്ണിക്കും കോർപ്പറേഷൻ ഓഫീസിൽ നഗരസഭാ കൌൺസിലർമാരും ജീവനക്കാരും സ്വീകരണം നൽകി. ഡെപ്യൂട്ടി മേയർ അബ്ദുൽ ലത്തീഫും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത രാജനും ഇരുവർക്കും പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. കോർപ്പറേഷൻ നടപ്പാക്കുന്ന പരിസ്ഥിതിക്കിണങ്ങിയ ജൈവ കമ്പോസ്റ്റ്, പൈപ്പ് കമ്പോസ്റ്റ് പദ്ധതികൾ മികച്ചതാണെന്ന് ജഡ്ജിംഗ് കമ്മിറ്റി വിലയിരുത്തി. ശുചിത്വ പരിസ്ഥിതി സൌഹൃദ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന് മാതൃകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്നും റിപ്പോർട്ടിലുണ്ട്. മൂലധന നിക്ഷേപത്തിന്റെ ഇരയായി ഭൂമി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത്തരം ഭൂമികൾ വികസനത്തിന്റെ പേരിൽ ലാഭകൊതിയന്മാരായവർ കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും സിപിഐ ദേശീയ കൌൺസിൽ അംഗം ബിനോയ് വിശ്വം. സിപിഐ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച 48 മണിക്കൂർ സേവ് കോൺട്രസ്റ്റ് രാപ്പകൽ സമര സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോമൺവെൽത്ത് നെയ്ത്ത് ഫാക്ടറി സംരക്ഷിക്കുക, നിലനിർത്തുക എന്ന മുദ്രാവാക്യവുമായി സിപിഐ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച 48 മണിക്കൂർ സേവ് കോൺട്രസ്റ്റ് രാപ്പകൽ സമരം സമാപിച്ചു. സിപിഐ ദേശീയ കൌൺസിൽ അംഗം ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. മൂലധന നിക്ഷേപത്തിന്റെ ഇരയായി ഭൂമി മാറിയിരിക്കുകയാണെന്നും നഗരത്തിന്റെ കണ്ണായ സ്ഥലങ്ങളിലെ ഇത്തരം ഭൂമികൾ വികസനത്തിന്റെ പേരിൽ ലാഭകൊതിയന്മാരായ കഴുകന്മാർ കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ ഏറ്റവും വലിയ പണം മുടക്കിന്റെ മൂലധന നിക്ഷേപത്തിന്റെ മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഭൂമി, ആ ഭൂമി കണ്ണായ ഭൂമിയാണെങ്കിൽ ഒരുപാട് ലാഭം കൊയ്യാനാകുമെങ്കിൽ അത്തരം ഭൂമികളെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുമായി, പദ്ധതികളുമായി, വികസന വാഗ്ദാനങ്ങളുമായി പറക്കുന്നവർ കഴുകന്മാർ ഇവിടെയും ധാരാളമായിട്ടുണ്ട്. അവരാണ് കോമൺവെൽത്തിന്റെ മേൽ കണ്ണുവെച്ചുകൊണ്ട് ഏറെക്കാലമായി രംഗത്ത് വന്നത്. ഈ കോമൺവെൽത്തിന് ഉജ്ജ്വലമായ ഒരു പാരമ്പര്യമുണ്ട്. സിപിഐ ജില്ലാ സെക്രട്ടറി ടി വി ബാലൻ അധ്യക്ഷം വഹിച്ചു. സത്യൻ മൊകേരി, ഐ വി ശശാങ്കൻ, കെ ജി പങ്കജാക്ഷൻ, ഇ സി സതീശൻ, എം നാരായണൻ എന്നിവർ സംസാരിച്ചു. എം എം സജീന്ദ്രൻ, പി ഗവാസ്, പി കെ നാസർ, പി വി മാധവൻ എന്നിവർ കവിത അവതരിപ്പിച്ചു. മന്ത്രി മാണി ബജറ്റ് അവതരിപ്പിക്കണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ ആം ആദ്മി പാർട്ടി നടത്തിയ സർവേ ഫലം പ്രഖ്യാപിച്ചു. 89% പേരും മാണി ബജറ്റ് അവതരിപ്പിക്കുവാൻ അർഹനല്ലെന്നാണ് വിധി എഴുതിയതെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൊതുജനങ്ങളെ നേരിട്ട് സമീപിച്ച് നടത്തിയ അഭിപ്രായ സർവേ, സോഷ്യൽ മീഡിയ ലിങ്ക് വഴി, മിസ് കോൾ വഴി എന്നിങ്ങനെ തങ്ങൾ നടത്തിയ സർവേയിൽ 89% ആളുകളും ബജറ്റ് അവതരിപ്പിക്കുവാൻ കെ എം മാണി അർഹനല്ലെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഇത് വളരെ ഗൌരവപൂർവ്വം വീക്ഷിക്കേണ്ട സംഗതിയാണ്. ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ നിരസിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് നിൽക്കാൻ കഴിയുക? 13/3/2015 കേരള നിയമസഭയിൽ മാണി തന്നെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് ജനഹിതത്തിനെതിരായ തീരുമാനമായിരിക്കും. കേരളം ജനലോക്പാൽ ബില്ലും റൈറ്റ് ടു റീകോൾ ബില്ലും പാസാക്കണമെന്നും APP നേതാക്കൾ പറഞ്ഞു. 89% പേരും ഞങ്ങൾ സർവേ നടത്തിയതിൽ പറയുന്നതാണ് അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കാൻ അർഹനല്ലെന്നാണ്. സാധാരണക്കാരന്റെ അടുത്തും എല്ലാ വിഭാഗം ജനങ്ങളുടെ അടുത്തും എല്ലാ വിഭാഗം ജനങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ചോദിച്ചത്. ഒരു നിശ്ചിത ദിവസങ്ങൾ ഏകദേശം ഒരു മാസത്തോളം പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ സർവേ നടത്തിയത്. നമ്മുടെ അഭിപ്രായം അതുകൊണ്ടാണ് ജനലോക്പാൽ ബിൽ പാസാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രധാന ഉദ്ദേശം. മലപ്പുറം പൂക്കിപ്പറമ്പ് ബസ് ദുരന്തത്തിന് 14 വയസ്സ്. 2001 മാർച്ച് 11-നായിരുന്നു 44 മനുഷ്യജീവനുകൾ അഗ്നിക്കിരയായ ദുരന്തം നടന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും മൌനജാഥയും സംഘടിപ്പിച്ചു. 44 മനുഷ്യജീവനുകൾ അഗ്നിക്കിരയാക്കിയ മലപ്പുറം ദേശീയപാത പൂക്കിപ്പറമ്പിലെ ബസ് ദുരന്തം നടന്ന് 14 വർഷം പൂർത്തിയായി. നാടിനെ നടുക്കിയ ദുരന്തത്തെ അനുസ്മരിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും അനുസ്മരണ പരിപാടികളും മൌനജാഥയും ബോധവൽക്കരണ ഫോട്ടോ പ്രദർശനങ്ങളും നടത്തുന്നുണ്ട്. 6 വർഷം മുമ്പ് ഉച്ചയ്ക്ക് 2 മണിക്കാണ് അപകടം ഉണ്ടായത്. ഞങ്ങളിവിടെ ഇരിക്കുന്ന സമയത്താണ് അവർ ശബ്ദം കേട്ട് ഞങ്ങൾ ഓടിച്ചിരുന്നത്. ഒരു കാറിൻ്റെ മേലെ ഇങ്ങനെ എടുക്കിയിരുന്നു. പിന്നെ പെട്ടെന്ന് തീ ആളി പടർന്ന് ആളെ കൂടിയപ്പോൾ അപ്പോൾ ആളൊന്നും ചെയ്യാറുണ്ട്. പിന്നെ കൂടുതൽ ആൾ വന്ന് ആളി പടർന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു. 2001 മാർച്ച് 11-ാം തീയതിയാണ് ഗുരുവായൂരിൽ നിന്നും തലശ്ശേരിക്കുള്ള യാത്രാമധ്യേ ദേശീയപാത പൂക്കിപ്പറമ്പിൽ വെച്ച് ബസ് മറിഞ്ഞ് കത്തിയമർന്നത്. 14 മനുഷ്യജീവനുകളാണ് ദുരന്തത്തിൽ അഗ്നിക്കിരയായത്. BSNL കാഷ്വൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ കോഴിക്കോട് SSA ജില്ലാ സമ്മേളനം ടൗൺ ഹാളിൽ നടന്നു. ബെഫി അഖിലേന്ത്യാ സെക്രട്ടറി AK രമേശ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും സ്ഥിരം തൊഴിലെന്നത് താൽക്കാലിക പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് AK രമേശ് പറഞ്ഞു. BSNL കാഷ്വൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ കോഴിക്കോട് SSA ജില്ലാ സമ്മേളനം ടൗൺ ഹാളിൽ നടന്നു. ബഫി അഖിലേന്ത്യാ സെക്രട്ടറി AK രമേശ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം തൊഴിൽ എന്നത് അന്ന് CITയും BSNL എംപ്ലോയീസ് യൂണിയൻ അന്നത്തെ NFPയും BFIയും മുതലായ സംഘടനകൾ അന്ന് കൊണ്ടുവച്ചതുപോലെ ഇപ്പോൾ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും സ്ഥിരം തൊഴിൽ എന്നത് താൽക്കാലിക പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും ധൂർത്തുമായി പാവപ്പെട്ടവന്റെ നികുതി പണം കൊണ്ട് അമ്മാനമാടുന്ന കേരള ഭരണാധികാരികൾ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ തുച്ഛമായ വേതന വ്യവസ്ഥ മാറ്റുന്നതിനെക്കുറിച്ചും അവരുടെ പൊതുപ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിനും വേണ്ടിയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. BSNL CCLU കോഴിക്കോട് SSA പ്രസിഡന്റ് KV ജയരാജൻ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. CCLU ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രജിത് നാദാപുരം രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. BSNL CCLU സെക്രട്ടറി CK വിജയൻ, ജില്ലാ സെക്രട്ടറി KA വാസുദേവൻ, T ദാസൻ, M വിജയകുമാർ, N സുരേഷ്, V ഭാഗ്യലക്ഷ്മി, ലതാ ഗോപിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനവും പ്രവർത്തന റിപ്പോർട്ട് വരവ് ചിലവ് കണക്ക് അവതരണവും നടന്നു. വാർത്തകളിൽ ഇടവേള. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. വിദേശ നിർമ്മിത ഫിഷ് അക്വേറിയങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. വിവിധ തരം അക്വേറിയങ്ങൾ, ആക്സസറീസുകൾ, ഫൗണ്ടൻ തുടങ്ങിയവ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി 10 മുതൽ 50% വരെ വിലക്കുറവിൽ വിറ്റ് കാലിയാക്കുന്നു. ഈ ഓഫർ ഏതാനും ദിവസത്തേക്ക് മാത്രം. പിക്കാസോ, അമൃത ആർക്കേഡ്, മിംസ് ഹോസ്പിറ്റലിന് സമീപം നിയർ PNB, മിനി ബൈപാസ് റോഡ്, കോഴിക്കോട്. ഫോൺ നമ്പേഴ്സ് 8714271215, 9249500838. എടാവേ അറിഞ്ഞായിരുന്നോ? മാർച്ച് 18-ന് കല്യാൺ സിൽക്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനമാ. നല്ല അടിപൊളി സെറ്റപ്പാ കേട്ടോ. എന്തുട്ട കടി പറയണേ. മാർച്ച് 25-നാണ് കല്യാൺ സിൽക്സിന്റെ ന്യൂ ഷോറൂം ഉദ്ഘാടനം. കുന്നംകുളത്താണ് സംഗതി. എന്തിനായി പറയണത്? ആറ്റിങ്ങൽ ടൗണിലാണ് കല്യാൺ സിൽക്സിന്റെ ഇനോഗ്രേഷൻ. ഏപ്രിൽ 6-നാണ് പരിപാടി. എന്റെ പൊന്നോ, തൊടുപുഴയിലാടാവേ ഉദ്ഘാടനം. കുന്നംകുളത്താണ് മാഷെ കല്യാൺ സിൽക്സ്. അണ്ണാ, ഏപ്രിൽ 6-നാണ് പരിപാടി ആറ്റിങ്കലില്. കല്യാൺ സിൽക്സിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. 3 3 ആഴ്ചകളിലായി 3 മെഗാ ഷോറൂമുകൾ.
മാർച്ച് 18 തൊടുപുഴ, മാർച്ച് 25 കുന്നംകുളം, ഏപ്രിൽ 6 ആറ്റിങ്ങൽ. കല്യാൺ സിൽക്സ് 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. ഇന്ത്യയുടെ മകൾ ഡോക്യുമെന്ററി നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും ബലാത്സംഗ സമയത്ത് പെൺകുട്ടി സംയമനം പാലിക്കണമായിരുന്നുവെന്ന പ്രതിയുടെയും അഭിഭാഷകന്റെയും പ്രസ്താവനയ്ക്കെതിരെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. LIC കോളനിയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ സംസ്ഥാന നിർവാഹക സമിതി അംഗം മണലിൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പെണ്ണിനും ഒരു ലോകമില്ലേ എന്ന ചോദ്യമുയർത്തി ഇന്ത്യയുടെ മകൾ ഡോക്യുമെന്ററിയുടെ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. LIC കോർണറിൽ നടന്ന പ്രതിഷേധത്തിൽ പരിഷത്ത് പ്രവർത്തകർ കറുത്ത തുണി കൊണ്ട് വായ മൂടിക്കെട്ടിയും പ്ലക്കാർഡുകളേന്തിയുമാണ് പങ്കെടുത്തത്. ഡോക്യുമെന്ററിയുടെ നിരോധനം ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയാണെന്ന് അഭിപ്രായപ്പെട്ട പ്രതിഷേധക്കാർ സ്ത്രീകളുടെ വസ്ത്രധാരണം ഭരണകൂടത്താൽ തീരുമാനിക്കേണ്ടതാണോ എന്ന ചോദ്യവും ഉയർത്തി. സ്ത്രീകൾ അസമയത്ത് പുറത്തിറങ്ങരുതെന്ന് പറയുന്നവർ അസമയം സ്ത്രീകൾക്കു മാത്രമാണോ എന്ന് വെളിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. ഡോക്യുമെന്ററിയിലെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ സംസ്കാര ശൂന്യമാണെന്ന് പറഞ്ഞ പ്രതിഷേധക്കാർ ഡോക്യുമെന്ററിയിലൂടെ സ്ത്രീകളെ അപമാനിച്ച അഭിഭാഷകനെതിരെ കർശന നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗം മണലിൽ മോഹൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ആർഷ ഭാരത സംസ്കാരത്തിനെ പറ്റിയൊക്കെ നമ്മൾ തീരോദാത്തമായി സംസാരിക്കുന്ന നാടാണ്. ഇവിടെ 1000 സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടാലും 1000 സ്ത്രീകൾ കൊല്ലപ്പെട്ടാലും ഒരു പശു പോലും കൊല്ലപ്പെടരുത് എന്ന് ഘോരഘോരം പ്രസംഗം നടത്തുന്ന നമ്മുടെ നാട്ടിലാണ് നമ്മുടെ സഹോദരിമാർ, നമ്മുടെ അമ്മമാർ, നമ്മുടെ മക്കൾ ഇതുപോലെ ക്രൂരത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി വിജയൻ, ഡോക്ടർ എ അച്യുതൻ, ഡോക്ടർ ടി കെ ആനന്ദി, എൻ ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂളിൽ കൺമണിക്കൂട്ടം പഠനോത്സവ നിറവ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി വാക്കിംഗ് ഇന്ത്യ ആരോഗ്യ നടത്തം ഒളിമ്പ്യൻ വി ദിജു ഫ്ളാഗ് ഓഫ് ചെയ്തു. ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂളിൽ കൺമണിക്കൂട്ടം പഠനോത്സവ നിറവ് സംഘടിപ്പിച്ചു. ഒരു കുട്ടിയുടെ സർവ്വതോന്മുഖമായ വികസനം ഉറപ്പുവരുത്തുന്ന പഠന നേട്ടങ്ങളുടെ നിറവാണ് കൺമണിക്കൂട്ടം 2015 എന്ന പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. സ്വാഗത സംഘം ചെയർമാൻ ടി കെ അബ്ദുൽ ഗഫൂർ പതാക ഉയർത്തിയതോടെ പരിപാടിക്ക് തുടക്കമായി. ജയ് ജവാൻ എന്ന പരിപാടിയിൽ ക്യാപ്റ്റൻ പത്മനാഭൻ നായർ ക്യാമ്പ് പരേഡ് ഗാർഡ് ഓഫ് ഹോണർ സ്വീകരിച്ചു. വാക്കിംഗ് ഇന്ത്യ ഒളിമ്പ്യൻ വി ദിജു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇങ്ങനെയൊരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നതിന്റെ ആവശ്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയാം, ഞാൻ ഈ സ്പോർട്സിലൂടെ കളിച്ചു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് ഇത് എന്താ പറയാ, ഒരു രാവിലെ പോലും ഒരു 10 മിനിറ്റ് പോലും നടക്കാത്ത ഒരുപാട് പേരുകൾ ഇപ്പൊ നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ചാൽ ഒരു വ്യായാമത്തിന്റെ ഒരു ആവശ്യകത അവർക്ക് അറിവുണ്ടായിരിക്കാം. തുടർന്ന് വിവിധ ക്ലാസുകളും പരിശീലന പരിപാടികളും ആദരിക്കൽ ചടങ്ങുകളും നൃത്ത പരിപാടികളും നടന്നു. GLP സ്കൂൾ പ്രധാനാധ്യാപിക ലീലാമണി, സ്വാഗത സംഘം കൺവീനർ TP മനോജ്, TP രാമചന്ദ്രൻ, വി പ്രദീപ് തുടങ്ങിയവർ സംബന്ധിച്ചു. ICDS ജില്ലാ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ അങ്കണവാടി ടീച്ചർമാർക്കുള്ള ദ്വിദിന പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ TP സാറാമ്മ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ICDS ജില്ലാ സെൽ, സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അങ്കണവാടി ടീച്ചർമാർക്കായി ദ്വിദിന പരിശീലന ക്യാമ്പ് നടക്കുന്നത്. കോഴിക്കോട് ശിക്ഷാസദനിൽ നടക്കുന്ന ക്യാമ്പ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ TP സാറാമ്മ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ തീം പരിഷ്കരണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ സംസ്ഥാന മാസ്റ്റർ ട്രെയിനർ KP ഉഷ ക്ലാസ് എടുത്തു. ഇതൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് ഗവൺമെന്റ് എപ്പോഴും അതിന്റെ സാധ്യതകളെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ ആലോചിച്ച കാര്യങ്ങളാണിത്. ഒരു കുട്ടി ഒരു ചെടി നട്ടാൽ വലുതായിട്ട് ആ ചെടീനെ മുറിക്കാൻ അവന് തോന്നുമോ? പിന്നെ അതിനൊക്കെ അവരുടെ പാർട്ടിസിപ്പേഷൻ വരുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അപ്പോൾ അനുഭവ
സാമൂഹ്യനീതി കോർഡിനേറ്റർമാരായ ഉഷാരത്നം, തങ്കം എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ലാസ് നടക്കുന്നത്. കൈപ്പുസ്തക പരിചയം, ശിശു സൗഹൃദ അംഗനവാടി, വരകളുടെ ലോകം, കടലാസ് രൂപങ്ങൾ, കഥ പറയും പാവകൾ, അംഗനവാടി പ്രവർത്തനത്തിൽ കഥ, പാട്ട് എന്നിവയുടെ പ്രസക്തി എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. വ്യാപാര ഭവൻ ഹാളിലാണ് പരിപാടി നടന്നത്. ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ MV രുദ്രൻ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ആദായ നികുതി വകുപ്പിനെ ഭയക്കേണ്ടതില്ലെന്നും രാഷ്ട്ര പുരോഗതിക്കായി അഭിമാനത്തോടെ ആദായ നികുതി അടയ്ക്കാനുള്ള മനോഭാവമാണ് വളർത്തിയെടുക്കേണ്ടതെന്നും ആദായ നികുതി അഡീഷണൽ കമ്മീഷണർ MV രുദ്രൻ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൊത്തം നികുതി വരുമാനത്തിന്റെ 50% ആദായ നികുതി വകുപ്പിൽ നിന്നാണ്. നികുതി അടവിന്റെ നിയമവശങ്ങളെക്കുറിച്ച് അറിയാത്തവർ ടാക്സ് കൺസൾട്ടന്റിനെയോ ചാർട്ടേഡ് അക്കൌണ്ടിനെയോ സമീപിച്ച് സംശയങ്ങൾ ദൂരീകരിച്ച് മുന്നോട്ടു പോകണം. വ്യാപാരികൾക്ക് ആദായ നികുതി സംബന്ധിച്ച നടപടിക്രമങ്ങൾ ലളിതമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാനും ബോധിപ്പിക്കാനും വ്യാപാരികൾ ശ്രദ്ധിക്കണം. ആദായ നികുതി വകുപ്പിന്റെ മുഖം മാറുകയാണെന്നും നേരത്തെ പരിശോധനയ്ക്കു വേണ്ടി മാത്രം പുറത്തിറങ്ങിയിരുന്ന ആദായ നികുതി ഉദ്യോഗസ്ഥർ നികുതിദായകരെ ബോധവൽക്കരിക്കാനും ഇപ്പോൾ രംഗത്തുണ്ടെന്ന് ആദായ നികുതി ഓഫീസറായ VM ജയദേവൻ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ അധ്യക്ഷം വഹിച്ചു. ആദായ നികുതി ഓഫീസർ സനൽ ശിവദാസും ക്ലാസ് എടുത്തു. അഷ്റഫ് മൂത്തേടത്ത്, M ഷാഹുൽ ഹമീദ്, K സേതുമാധവൻ, P പ്രസന്നൻ, P അശോകൻ എന്നിവർ സംസാരിച്ചു. നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിന്റെ വാർഷിക സമാപനത്തിന്റെയും യാത്രയപ്പ് സമ്മേളനത്തിന്റെയും ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര നടന്നു. സ്ഥലത്തെ പ്രമുഖ കലാ സാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മറ്റും ഘോഷയാത്രയിൽ അണിചേർന്നു. നടുവട്ടം ഗവൺമെന്റ് UP സ്കൂൾ വാർഷികാഘോഷവും പ്രിയ ഗുരുനാഥന്മാരായ RV അഹമ്മദ്, N ശങ്കരൻ, AP ഉമാദേവി എന്നിവരുടെ യാത്രയപ്പും വിവിധ പരിപാടികളോടെ മധുരമിഠായി എന്ന പേരിൽ ആഘോഷിച്ചു വരികയാണ്. മെഗാ കിസ്, മധുരസ്മൃതികൾ, മാതൃതരംഗം എന്നീ പരിപാടികൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. മാർച്ച് 11 മുതൽ 13 വരെയുള്ള തീയതികളിലാണ് ആഘോഷ പരിപാടികളുടെ സമാപനം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി സുന്ദരവും മനോഹരവുമായ ഒട്ടേറെ കലാ സാംസ്കാരിക പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. സ്ഥലത്തെ പ്രമുഖ കലാ സാംസ്കാരിക പ്രവർത്തകർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ, രക്ഷാകർത്താക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ അണിനിരുന്ന വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര നടന്നു. നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര നഗരം ചുറ്റി സ്കൂളിൽ തന്നെ സമാപിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനറും പ്രധാന അധ്യാപികയുമായ ജെസി B മറ്റം, സ്വാഗത സംഘം വൈസ് ചെയർമാനും PTA പ്രസിഡന്റുമായ N അനിൽകുമാർ, സ്വാഗത സംഘം ചെയർപേഴ്സണും കൌൺസിലറുമായ പ്രസീജ വെണ്ണേക്കാട്ടെ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വ്യാഴാഴ്ച നഴ്സറി വിദ്യാർത്ഥികളുടെ കലോത്സവമായ ശലഭോത്സവവും അരങ്ങേറി. വാർത്തകളിൽ മറ്റൊരിടവേള. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ KMCSU 48ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ KMCSU 48ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘ രൂപീകരണ യോഗം CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ KMCSU സംസ്ഥാന പ്രസിഡന്റ് A ഉണ്ണി അധ്യക്ഷനായി. ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ്, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K ചന്ദ്രൻ, CITU ജില്ലാ ജനറൽ സെക്രട്ടറി T ദാസൻ, കോർപ്പറേഷൻ പൊതുമരാമത്ത് സമിതി ചെയർമാൻ M മോഹനൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ 751 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു.
KMCSU സംസ്ഥാന ജനറൽ സെക്രട്ടറി A. നൂജും സ്വാഗതവും ജില്ലാ സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സ്വാഗത സംഘം ഭാരവാഹികൾ P. മോഹനൻ ചെയർമാൻ, V. സുരേഷ് കുമാർ ജനറൽ കൺവീനർ, K. ശിവദാസ് ട്രഷറർ. മെയ് 22, 23, 24 തീയതികളിൽ കോഴിക്കോട് ടാഗോർ ഹാളിലാണ് സമ്മേളനം. ഓയസിസ് കോമ്പൗണ്ട് ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ ഓയസിസ് ഫെസ്റ്റിവൽ ബമ്പർ നറുക്കെടുപ്പ് നടത്തി. നറുക്കെടുപ്പിന്റെ ഭാഗമായി കരോക്കെ ഗാനമേളയും ഉണ്ടായിരുന്നു. ഒയാസിസ് കോമ്പൗണ്ട് ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ ഒയാസിസ് ഫെസ്റ്റിവൽ 2014-15 ബമ്പർ നറുക്കെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസം ഒയാസിസ് കോമ്പൗണ്ടിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടത്തിയത്. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് മൂത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. OCSOA പ്രസിഡന്റ് സാദിഖ് പള്ളിക്കണ്ടി അധ്യക്ഷം വഹിച്ചു. ജനറൽ സെക്രട്ടറി MN ഉല്ലാസൻ, കുഞ്ഞുമുഹമ്മദ് T, വേണുകുമാർ, കബീർ AV, CT ബിജു എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കരോക്കെ ഗാനമേളയും നടന്നു. കണ്ണൂർ റോഡ് സെന്റ് ജോസഫ് പള്ളി തിരുനാളിന് കൊടിയേറി. രൂപതാ വികാരി ജനറൽ മോൺ തോമസ് പനിക്കലാണ് തിരുനാൾ ആഘോഷത്തിന് കൊടിയുയർത്തിയത്. ആഘോഷം 20-ന് സമാപിക്കും. കണ്ണൂർ റോഡ് സിറ്റി സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബാസ്തിനോസിന്റെയും തിരുനാൾ ആഘോഷത്തിന് രൂപതാ വികാരി ജനറൽ മോൺ തോമസ് പനിക്കൽ കൊടിയേറ്റി. പാരിഷ് കൌൺസിൽ സെക്രട്ടറി റോളണ്ട് ഗബ്രിയേൽ, ജനറൽ കൺവീനർ ജോളി ജെറോം, ഡെയ്സൺ രാജ്, MA റൊണാൾഡ് എന്നിവർ നേതൃത്വം നൽകി. ദിവ്യബലിക്ക് രൂപതാ വികാരി ജനറൽ മോൺ തോമസ് പനിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡീക്കൺ ജെറാൾഡ് ജോസഫ് വാഴ്വേലിൽ സഹകാർമ്മികനായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 10-ന് റവറന്റ് അലോഷ്യസ് കുളങ്ങരയുടെ നേതൃത്വത്തിൽ ജപമാല, രോഗശാന്തി ശുശ്രൂഷയും ബന്ധന പ്രാർത്ഥനയും നടത്തി. വൈകിട്ട് 5:30-ന് റവറന്റ് ടോണി ഗ്രേഷ്യസ് നേവസിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് കുരിശിന്റെ വഴി, വെള്ളിയാഴ്ചയും 14-നും വൈകിട്ട് 5-ന് ദിവ്യബലി നടത്തും. വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ തിരുനാൾ ദിനമായ 15-ന് രാവിലെ 8:30-ന് അമ്പ് എഴുന്നള്ളിപ്പ് ഭവനങ്ങളിലേക്ക്, വൈകിട്ട് 4:30-ന് വാഹനങ്ങളുടെ വെഞ്ചരിപ്പ്, 5-ന് രൂപതാ വികാരി മോൺ ഡോക്ടർ തോമസ് പനിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി, റവറന്റ് തോമസ് ചക്കിട്ടമുറിയലിന്റെ വചനപ്രഘോഷണം, 6:30-ന് പ്രദക്ഷിണം എന്നിവ നടത്തും. 16, 17, 18 തീയതികളിൽ രാവിലെ 6:45-ന് ദിവ്യബലി നടക്കും. തിരുനാൾ ദിനമായ 19-ന് ഇടവകയുടെ നാമധേയ തിരുനാളും വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുനേർച്ചയും നടത്തും. രാവിലെ 6:15-ന് പ്രഭാത പ്രാർത്ഥന, 6:45-ന് റവറന്റ് പോൾ പേഴ്സി ഡിസിൽവയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, 8-ന് കുർബാനയുടെ ആരാധന, 10:45-ന് കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന് സ്വീകരണം, 10:30-ന് ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, 12:30-ന് നേർച്ച ഭക്ഷണം വെഞ്ചരിക്കൽ, ശിശുക്കൾക്ക് ചോറൂണ്, വൈകിട്ട് 5-ന് ഉണ്ണിയേശുവിന്റെ നോവേന എന്നിവ നടത്തും. 20-ന് രാവിലെ 6:45-ന് റവറന്റ് ടോം അറക്കലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, പരേതസ്മരണ എന്നിവയ്ക്കു ശേഷം കൊടിയിറക്കും. ഇനി ബിസിനസ് വാർത്തകൾ. ബേപ്പൂർ നെടുവട്ടം മാഞ്ചോട്ടിൽ സൂപ്പർമാർക്കറ്റിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് മോസ്കോ സ്പോർട്സ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് എന്ന സ്ഥാപനം ആരംഭിച്ചു. മാഞ്ചോട്ടിൽ സൂപ്പർമാർക്കറ്റിന് മുകളിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T. രജനി നിർവഹിച്ചു. ഫുട്ബോൾ ഐറ്റംസുകൾ, ക്രിക്കറ്റ് ഐറ്റംസുകൾ, വോളിബോൾ ഐറ്റംസുകൾ, ജേഴ്സികൾ, ലോവറുകൾ, ട്രോഫികൾ, ഷോർട്സുകൾ കൂടാതെ ബർത്ത്ഡേ ഗിഫ്റ്റുകൾ, ഗൃഹപ്രവേശന ഗിഫ്റ്റുകൾ, കല്യാണ ആവശ്യത്തിനുള്ള സമ്മാനങ്ങൾ, വിവാഹ പാർട്ടിക്കുള്ള സമ്മാനങ്ങൾ, കുക്കറുകൾ, തവകൾ, നോൺ സ്റ്റിക് കുക്ക് വെയറുകൾ, ഡിന്നർ സെറ്റുകൾ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ചെറിയ കുട്ടികൾക്ക് മുതലുള്ള എല്ലാവിധ കളിപ്പാട്ടങ്ങളും, റിമോട്ട് കാറുകൾ, ഹെലികോപ്റ്ററുകൾ, പസിലുകൾ, മറ്റനേകം കളിപ്പാട്ടങ്ങളുടെ വിപുലമായ ശേഖരവുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മാഞ്ചോട്ടിൽ സൂപ്പർമാർക്കറ്റിന്റെ ഇയർ എൻഡിംഗ് സെയിൽ ഈ മാസം 11 മുതൽ 30 വരെ നടക്കും. ഈ കാലയളവിൽ 100 രൂപയുടെ പർച്ചേസിന് ഒരു കൂപ്പൺ എന്ന രീതിയിൽ നൽകും. നറുക്കെട്ട് തിരഞ്ഞെടുക്കുന്ന 100 പേർക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നൽകും.
കൂടാതെ ഓരോ പർച്ചേസിനും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും നൽകുന്നുണ്ട്. വാർത്തകൾ ചുരുക്കത്തിൽ. MP പോൾ ട്രസ്റ്റ് വർഷം തോറും നൽകി വരുന്ന സാഹിത്യ അവാർഡിന് ഗ്രന്ഥങ്ങൾ ക്ഷണിക്കുന്നു. ഈ വർഷത്തെ അവാർഡ് നോവലിനാണ്. 25,000 രൂപയും പ്രശംസാപത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ച മലയാള നോവലുകൾ അയക്കാം. 3 കോപ്പികൾ വേണം. മലയാളം, ചരിത്രം എന്നീ വിഷയങ്ങൾ ഐച്ഛികമായി എടുത്ത ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ അവരുടെ ഫൈനൽ പരീക്ഷയുടെ ഭാഗമായി സമർപ്പിക്കുന്ന ഗവേഷണ പ്രബന്ധങ്ങൾക്ക് ഈ വർഷവും അവാർഡ് നൽകുന്നുണ്ട്. 15,000 രൂപയും പ്രശംസാപത്രവുമാണ് അവാർഡ്. കൂടാതെ മികച്ച പ്രബന്ധങ്ങൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റ് നൽകും. 2013, 14, 15 വർഷങ്ങളിൽ MA പരീക്ഷ ജയിച്ചവർ പ്രബന്ധത്തിന് ഒരു കോപ്പി അയക്കണം. നോവലുകളും പ്രബന്ധങ്ങളും ലഭിക്കേണ്ട അവസാന തീയതി 2015 മെയ് 31. കൂടുതൽ വിവരങ്ങൾക്ക് 9443399013 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. നാദാപുരത്തെയും പാറക്കടവിലെയും നീതി നിഷേധത്തിനെതിരെ SYS പ്രക്ഷോഭം ആരംഭിക്കുന്നു. നാദാപുരത്തെ അന്യായമായ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മാർച്ച് 13 കോഴിക്കോട് കളക്ടറേറ്റ് മാർച്ചും പാറക്കടവിൽ ബാലിക പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിച്ച് മാർച്ച് 14 മാനാഞ്ചിറയിൽ സമരസംഗമവുമാണ് നടത്തുന്നതെന്ന് SYS ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ പ്രൈമറി പ്രധാന അധ്യാപകരുടെ ഏക സംഘടനയായ കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ 49ാം ജില്ലാ സമ്മേളനം മാർച്ച് 14, 15 തീയതികളിൽ വടകര ടൗൺ ഹാളിൽ നടക്കും. 2 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ ജില്ലയിലെ 500ഓളം പ്രധാന അധ്യാപകർ പങ്കെടുക്കും. മാർച്ച് 14 ശനിയാഴ്ച രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം KPPHA ജനറൽ സെക്രട്ടറി K. പ്രദീപൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വടകര MLA CK നാണുവാണെന്നും KPPHA ഭാരവാഹികൾ പറഞ്ഞു. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിദഗ്ധരുടെ സംഘടനയായ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കേരള ഘടകത്തിന്റെ 8ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 14, 15 തീയതികളിൽ IMA ഹാളിൽ നടക്കും. ഉദ്ഘാടനം മാർച്ച് 14 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ദേശീയ അധ്യക്ഷൻ പത്മശ്രീ ഡോക്ടർ മാർത്താണ്ഡപിള്ള നിർവഹിക്കും. മാർച്ച് 14 നടക്കുന്ന തുടർ വിദ്യാഭ്യാസ പരിപാടിയിലും 15 നടക്കുന്ന ശില്പശാലയിലും ഇന്ത്യയിലെ വിദഗ്ധരായ ഡോക്ടർമാർ നേതൃത്വം നൽകും. സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തകനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ ചെയർമാനുമായിരുന്ന CH ഹരിദാസ് സ്മാരക അവാർഡുകൾ പ്രഖ്യാപിച്ചു. K. മുരളീധരൻ MLA, RK രമേശ്, ഭാസി മലാപ്പറമ്പ്, NC അബൂബക്കർ, ഉല്ലാസ് കോവൂർ എന്നിവർക്കാണ് അവാർഡുകൾ നൽകുകയെന്ന് CH ഹരിദാസ് ഫൗണ്ടേഷൻ ഭാരവാഹികൾ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശുചിത്വ പരിസ്ഥിതി സൌഹൃദ പ്രവർത്തനത്തിന് കോഴിക്കോട് കോർപ്പറേഷന് ദേശീയ ബഹുമതി. പുരസ്കാരം സ്വീകരിച്ചെത്തിയ മേയറിനും സംഘത്തിനും സ്വീകരണം. മൂലധന നിക്ഷേപത്തിന്റെ ഇരയായി ഭൂമി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മുൻമന്ത്രി ബിനോയ് വിശ്വം. സേവ് കോൺഗ്രസ് CPI 48 മണിക്കൂർ രാപ്പകൽ സമരം സമാപിച്ചു. മന്ത്രി മാണി ബജറ്റ് അവതരിപ്പിക്കുവാൻ അർഹനല്ലെന്ന് ആം ആദ്മി സർവേ. 89% പേർ ബജറ്റ് അവതരണത്തെ പ്രതികൂലിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.